ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്റസു ഹാദി അഷ്റ 11ാമത്തെ പാഠം അൽ ഫാറൂഖ്. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. അൽ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടത്തോടെ വിളിച്ച പേരാണ് അൽ ഫാറൂഖ്. എന്താണ് അൽ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ? സത്യാസത്യ വിവേചകൻ എന്നർത്ഥം വരുന്ന അൽ ഫാറൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചതാണ് അൽ ഫാറൂഖ് എന്ന്. അൽ അമീറുൽ മുഅ്മിനീൻ എന്താണ്? സത്യവിശ്വാസികളുടെ നേതാവ്. തണുപ്പുള്ള രാത്രി, ഇരുട്ടുണ്ട്, എല്ലാവരും ഉറങ്ങി. അമീറുൽ മുഅ്മിനീൻ ഉറക്കം വരുന്നില്ല. പ്രജകളുടെ പ്രയാസങ്ങൾ അറിയണം, അത് പരിഹരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു തആലയോട് മറുപടി പറയേണ്ടി വരും. ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. ഖലീഫ പുറത്തേക്കിറങ്ങി. കൂടെ ഹാദിമായ അസ്ലമുമുണ്ട്. അപ്പോൾ ഈ പാഠഭാഗം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ചെയ്യാൻ കാരണം ഇതിൽ നിന്ന് വൺ വേർഡ് ചോദ്യങ്ങളോ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും അപ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാദിമിൻ്റെ പേരെന്താണ്? എന്താണ്? അസ്ലം. അടയാളപ്പെടുത്തുക. ഖാദിമായ അസ്ലമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പ്രജകളുടെ പ്രയാസങ്ങൾ അറിയാൻ വേണ്ടി നടന്നത്. ആരാണ് ഖാദിം എന്ന് പറഞ്ഞാൽ? ഭൃത്യൻ. മനസ്സിലാക്കുക. ഭൃത്യനാണ് ഖാദിമായ അസ്ലം. അസ്ലമാണ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർ ഇരുട്ടിലൂടെ നടന്നു. അകലെയുള്ള ഒരു കൂരയിൽ വിളക്കു മുനിഞ്ഞ് കത്തുന്നു. അതായത് ചെറിയ രീതിയിൽ കത്തുന്നതിനാണ് മുനിഞ്ഞ് കത്തുക എന്ന് പറയുക. അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ അങ്ങോട്ട് നടന്നു. അടുപ്പിൽ കലം വെച്ചിരിക്കുന്നു. ഒരു സ്ത്രീ അതിൽ കൈലിട്ടിളക്കുന്നു. കുട്ടികൾ ചുറ്റുമിരുന്ന് കരയുന്നു. അവർ സലാം പറഞ്ഞു. ആ സ്ത്രീ പുറത്തേക്ക് വന്നു. കുട്ടികൾ എന്തിനാണ് കരയുന്നത്? ഖലീഫ ചോദിച്ചു. ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖലീഫ കലത്തിൽ എന്താണ്? സ്ത്രീ വെറും വെള്ളം. കുട്ടികളെ ആശ്വസിപ്പിക്കാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ഇളക്കുകയാണ്. ഭക്ഷണമാണെന്ന് കരുതി അവർ ഇരിക്കും. കരഞ്ഞ് ക്ഷീണിക്കുമ്പോൾ അവർ ഉറങ്ങും. കൂടെ ഞാനും ഉറങ്ങും. ദിവസങ്ങളായി ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഖലീഫ ബൈത്തുൽ മാലിൻ്റെ കലവറയിലേക്ക് ഓടി. ബൈത്തുൽ മാല് എന്താണ്? ബൈത്തുൽ മാല് പൊതു ഖജനാവാണ് ബൈത്തുൽ മാല്. അവിടേക്ക് ഓടി ഖലീഫ. ഒരു ചാക്ക് ധാന്യപ്പൊടിയും ഒരു തോൽപാത്രം നെയ്യും എടുത്തു. അതെൻ്റെ ചുമലിലേക്ക് എടുത്തു വെക്കൂ, ഖലീഫ ഹാദിമിനോട് ആവശ്യപ്പെട്ടു. ഞാൻ എടുത്തുകൊള്ളാം, അസ്ലം പറഞ്ഞു. ഖിയാമത്ത് നാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു. എന്താണ് അസ്ലമിനോട് ഖലീഫ ചോദിച്ചത്? ഖിയാമത്ത് നാളിൽ എൻ്റെ ഭാരം നീ ചുമക്കുമോ എന്നാണ്. മനസ്സിലാക്കട്ടോ. ഇതാര് ചോദിച്ചു എന്നൊക്കെ ചോദ്യം വരാം. ആരാണ്? ഖലീഫ ഖാദിമായ അസ്ലമിനോട് ചോദിച്ചതാണ്. മനസ്സിലാക്കുക. അവർ ആ സ്ത്രീയുടെ വീട്ടിലെത്തി. പൊടി കുഴച്ചു, അടുപ്പ് കത്തിച്ചു, റൊട്ടി ചുട്ടെടുത്തു, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിന്നു. അവർക്ക് വേണ്ടതെല്ലാം നൽകി സന്തോഷത്തോടെ മടങ്ങി. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ ജനസേവകൻ. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ ജനസേവകൻ. മനസ്സിലാക്കുക. ബനു അദിയ്യ് വംശത്തിൽ ഹത്താബിൻ്റെയും ഹന്തമയുടെയും മകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 13ാം കൊല്ലം അദ്ദേഹം ഭോജാതനായി. മനസ്സിലാക്കുക. ഇവിടുന്ന് ചോദ്യങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ബനു അദിയ്യ്. ബനു അദിയ്യ് വംശത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. പിതാവ് ഹത്താബ്, മാതാവ് ഹന്തമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് 13ാം കൊല്ലമാണ് അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്? 13 വർഷം കഴിഞ്ഞിട്ട്. മനസ്സിലാക്കുക. അതൊക്കെ ചോദ്യമാണ് കേട്ടോ. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടിക്ക് ദ ഓപ്ഷനായിട്ട് വരും. 13 കൊല്ലം, 10 കൊല്ലം, 3 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് 13ാം കൊല്ലാണ്
ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബൂ ഹസ്ഫ് എന്ന വിളിപ്പേരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേര് അബൂ ഹസ്ഫ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നുബുവത്തിൻ്റെ 6-ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. നുബുവത്തിൻ്റെ 6-ാം വർഷം ഇസ്ലാം സ്വീകരിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് 6 വർഷം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ചോദ്യം വരാം, എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന്? എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 6-ാം വർഷമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ കയറി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ കയറി അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ട് വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാനിടയായി. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടായത്. തിരുസവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി ഇസ്ലാം സ്വീകരിച്ചു. സംഭവം പരസ്യമായി പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. അതായത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച ഈ സംഭവം മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പരസ്യ പ്രബോധനത്തിന് മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകി. ഇസ്ലാമിൻ്റെ പരസ്യ പ്രബോധനത്തിന് മുസ്ലിങ്ങൾക്ക് ധൈര്യം നൽകിയത് എന്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാറൂഖ് എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹപൂർവ്വം എന്താ വിളിച്ചത്? ഫാറൂഖ് എന്നാണ് വിളിച്ചത്. അത് ചോദ്യമായിട്ട് പഠിക്കാം. തടിച്ചു നീളമുള്ളവരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ചുവപ്പ് കലർന്ന വെളുത്ത നിറം, അസാമാന്യ ധീരതയും ദൃഢനിശ്ചയവുമുള്ള മനസ്സും, ആരോഗ്യ ദൃഢഗാത്രൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരപ്രകൃതി പറയുന്നു, മനസ്സിലാക്കി പഠിക്കുക. തടിച്ചു നീളമുള്ളവരായിരുന്നു, ചുവപ്പ് കലർന്ന വെളുത്ത നിറം, അസാമാന്യ ധീരതയും ദൃഢനിശ്ചയവുമുള്ള മനസ്സ്, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അൽ അഷ്റത്തുൽ മുബശ്ശിറിൽ പെട്ടവരാണവർ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് അൽ അഷ്റത്തുൽ മുബശ്ശിറീൻ. ആരാണ് അൽ അഷ്റത്തുൽ മുബശ്ശിറീൻ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. അവർ 10 പേരാണ്. അതിൽ ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഉമറേ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. തീർച്ചയായും അല്ലാഹു തആല ഉമറിൻ്റെ നാവിലും കൽബിലും സത്യം നിക്ഷേപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാണ്, ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മതയോടെ ജീവിച്ചു, ലളിത ജീവിതം നയിച്ചു, കഷ്ണം വെച്ച വസ്ത്രങ്ങൾ ധരിച്ചു, എല്ലാവർക്കും നീതിയും സമാധാനവും ഉറപ്പുവരുത്തി. പ്രജാവത്സലനും നീതിമാനുമായിരുന്നു അദ്ദേഹം. അത് കാരണം രാജ്യത്ത് ശാന്തിയും സമാധാനവും കൈവന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? അത് ഈ പാരഗ്രാഫ് മനസ്സിലാക്കി പഠിക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാൻ അവസാനത്തെ ചോദ്യമായിട്ട് വരും. അപ്പോൾ ഈ പാരഗ്രാഫ് എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത് അത് എഴുതുക. അത്ര എഴുതി അത് പൂർത്തിയാക്കാം. പിന്നെന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? അക്രമത്തിലും അനീതിയിലും അധിഷ്ഠിതമായ ബൈസാന്തിയൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചു. അതായത് അക്രമത്തിലും അനീതിയിലൊക്കെ അധിഷ്ഠിതമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു എന്ത്? ബൈസാന്തിയൻ. അതൊരു റോമൻ ഭരണകൂടമായിരുന്നു. അതിന് അന്ത്യം കുറിച്ചു. അപ്പോൾ ഇവിടെ ചോദ്യം പഠിക്കുക, മനസ്സിലാക്കുക. എന്ത്?
ബൈസാൻസ്തീൻ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചതാര്? ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കാം. പിന്നെ കിസ്രയുടെ അക്രമ ഭരണത്തിൽ നിന്ന് സിറിയ, ഫലസ്തീൻ എന്നിവയെ മോചിപ്പിച്ചു. കിസ്രയുടെ ഭരണം, അതിൽ നിന്ന് സിറിയ, ഫലസ്തീൻ എന്നിവയെ മോചിപ്പിച്ചു. അപ്പം അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരമാണ്. അതുപോലെ മുസ്ലിം ഭരണത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. ബൈത്തുൽ മാൽ, പൊതുഖജനാവിൽ നിന്ന് ഓരോരുത്തർക്കും വാർഷിക വിഹിതം നൽകി. അതിനായി പ്രത്യേക രജിസ്റ്റർ തയ്യാറാക്കി. മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കി. ആരുടെ ഭരണകാലത്താണ് മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഹറാമും വിശാലമാക്കിയത്? ചോദ്യം വരാറുണ്ട്. ആരുടെ ഭരണകാലത്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്. മനസ്സിലാക്കാം. ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കി. ഹിജ്റ വർഷ കലണ്ടർ നടപ്പിലാക്കിയത് ആരുടെ കാലത്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. പിന്നെന്താണ്? 20 റക്അത്തുള്ള തറാവീഹ് നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിൽ പുനഃക്രമീകരിച്ചു. ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. ആരുടെ കാലത്താണ് തറാവീഹ് ഇമാമിൻ്റെ കീഴിൽ പുനഃക്രമീകരിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. പിന്നെന്താ? നിലവിലുണ്ടായിരുന്ന പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പുതിയ നാണയങ്ങൾ അടിച്ചിറക്കി. പേർഷ്യൻ നാണയങ്ങൾക്ക് പകരം പുതിയ നാണയങ്ങൾ അടിച്ചിറക്കി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ പ്രവർത്തനങ്ങൾ നന്നായി പഠിക്കുക. അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങളും വരാം. അത് ഭരണപ്രവർത്തനങ്ങൾ എഴുതാൻ വരാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനങ്ങൾ എഴുതുക. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എന്താ പറയുന്നത്? ഒരു ദിവസം സുബ്ഹി നിസ്കരിക്കുമ്പോൾ മജൂസിയായ മജൂസിയായ അബൂ ലുഅ്ലുഅ എന്താണ്? വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് കുത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ചോദ്യം വരും. ആരാണ്? മജൂസിയായ അബൂ ലുഅ്ലുഅ. മജൂസി എന്ന് പറഞ്ഞാൽ തീനെ ആരാധിക്കുന്നവർക്കാണ് മജൂസി എന്ന് പറയാം. മജൂസിയായ അബൂ ലുഅ്ലുഅ, മജൂസിയായ അടിമയാണ് അബൂ ലുഅ്ലുഅ. ആരാണ് അബൂ ലുഅ്ലുഅ? ചോദ്യം വരാം. ആരാണ്? മജൂസിയായ അടിമ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ. എങ്ങനെയാണ്? വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി. അത് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് കാരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സമീപത്ത് അദ്ദേഹത്തെ മറവ് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ് മറവ് ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ എവിടെയാണ് മറവ് ചെയ്തത്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സമീപത്ത് തന്നെ മറവ് ചെയ്തു. മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഏത് നിസ്കാരത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത്? മനസ്സിലാക്കുക. സുബ്ഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഹിജ്റ 23 ദുൽഹിജ്ജ 26 അത്. ഹിജ്റ 23 ദുൽഹിജ്ജ 26 അത്. മനസ്സിലാക്കുക. വർഷവും ദുൽഹിജ്ജ എത്രയിനായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് അന്ന് 63 വയസ്സായിരുന്നു. 63 വയസ്സുള്ളപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 10 വർഷവും 6 മാസവും ഭരണം നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത് 10 വർഷവും 6 മാസവുമാണ്. അപ്പോൾ അത് ഓരോ ഖലീഫമാരുടേതും പ്രത്യേകങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നോട്ടാക്കി തയ്യാറാക്കി വെക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. എല്ലാവരുടെ ഓരോരുത്തരുടെ ഓരോ വർഷമായി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷനാവും. അപ്പോൾ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് അവരെ പ്രവർത്തനങ്ങളും ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതി വെക്കുക. അവരെത്ര വർഷം ഭരണം നടത്തി എന്നതൊക്കെ മനസ്സിലാക്കുക. അഹദുൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു അഹദുൽ ഫുതൂഹ്. അഹദുൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു അഹദുൽ ഫുതൂഹ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വിജയങ്ങളുടെ കാലമാണ്. വിജയങ്ങളുടെ കാലം. അപ്പം ഇത്രയാണ് ഈ പാഠഭാഗം. നന്നായി മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ തദ്രിബാത്തൊക്കെ നമ്മൾ മറ്റേ വർക്കിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാഠത്ത് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി അതൊക്കെ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ
ആ വീഡിയോ കണ്ടിട്ട് ബാക്കി വർക്കുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അതാണ് ഈ പാഠത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.